ഹായ് ഗൈസ്, വെൽക്കം. സോ ഗൈസ്, നമ്മൾ ഇന്ന് വണ്ടർ കിഡ്സിലെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്ക് എന്ന് വെച്ചാൽ ഗുഡ് ഹാബിറ്റ്സും ബാഡ് ഹാബിറ്റ്സും ആണ്. ഇപ്പോൾ നമ്മൾ വളർന്നു വരുന്ന കുട്ടികളിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ കൊടുക്കേണ്ട ഒരു കാര്യം ഗുഡ് ഹാബിറ്റ് എങ്ങനെയാണ്, ബാഡ് ഹാബിറ്റ് എങ്ങനെയാണെന്ന് പിള്ളേർക്ക് ഓൾറെഡി തിരിച്ചറിയാനുള്ള ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ നമ്മൾ എന്തൊക്കെ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് കൊടുക്കണമെന്നും പറയണം. സോ ഇറ്റ്സ് എ ഗുഡ് ഹാബിറ്റ് ആൻഡ് ബാഡ് ഹാബിറ്റ് ആണ് നമ്മൾ ഏറ്റവും പ്രധാനമായി നമ്മൾ ആ സെക്ഷനിലൂടെ കണ്ടുപിടിച്ചൊരു കാര്യം. ആ ടൈമിൽ തന്നെ പിള്ളേരെ കൊണ്ട് അവരുടെ റൂമിലെ ബെഡ്ഷീറ്റ് ക്ലീൻ ചെയ്യുക, മടക്കി വെക്കുക, അതേപോലെ സ്റ്റഡി ടേബിൾ വൃത്തിയാക്കുക. ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെയ്യിപ്പിക്കുമ്പം അവർക്ക് പിറ്റേന്നും കൂടെ ഇനിയും വരുന്ന ഡേയ്സിൽ അതേപോലെ ചെയ്ത് ക്ലീൻ ആക്കാമല്ലോ, എൻ്റെ ടീച്ചർ പറഞ്ഞാണല്ലോ എന്നൊരു വരും. ഓക്കെ, ഏറ്റവും പ്രധാനമായി ഗുഡ് ഹാബിറ്റ്സ് എന്ന് പറയുമ്പം സ്കൂളിൽ പോകുന്ന ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ ടീത്ത് യുവർ ബ്രഷിങ് കൃത്യമായിട്ട് പല്ല് തേക്കുക, അതേപോലെ കുളിക്കുക, അതേപോലെ ഏറ്റവും പ്രധാനമായി 2 നേരമെങ്കിലും ബ്രഷ് ചെയ്യാൻ വേണ്ടി നോക്കുക. പിന്നെന്തുവാ, നല്ല രീതിയിലുള്ള തേച്ച് ഉണക്കിയ ക്ലോത്ത്സ്, ഡ്രസ്സ് കൊടുത്തു വിടുക, ഷൂസ് നല്ല രീതിയിൽ ക്ലീൻ ചെയ്യുക. അതേപോലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ സ്കൂളിൽ പോകുന്നതായതുകൊണ്ട് കളിച്ചിട്ട് വരുമ്പോൾ പിള്ളേർ ഏറ്റവും കൂടുതൽ കളിക്കുന്ന കാര്യം, എല്ലാവരും പുറത്തു പോയി കളിക്കുമ്പോൾ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ കൈ വാഷ് ചെയ്യാൻ വേണ്ടി നമ്മൾ പഠിപ്പിക്കുക. നല്ല രീതിയിൽ ഹാൻഡ് വാഷ് ചെയ്യുക, പെട്ടെന്ന് വെള്ളത്തിൽ പോയി കഴിയാതെ നല്ല രീതിയിൽ ഹാൻഡ് വാഷ് ചെയ്യുക. അതേപോലെ ഹാൻഡ് വാഷ് ചെയ്യുമ്പം ഇത് കഴുക്കൊക്കെ പോയി ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ നല്ല രീതിയിൽ ഹാൻഡ് വാഷ് ചെയ്യുക. അത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. പിന്നെ നമ്മൾ റിലേറ്റഡ് ആവുമെന്ന് വെച്ചാൽ ഷെയറിങ് ഒരു മെൻറ്റാലിറ്റി കൊടുക്കുക. ഒരു കുട്ടിക്ക് ഒരു പെൻസിലില്ല, അല്ലെങ്കിൽ എനിക്കൊരു പെൻസിലില്ല എന്നുണ്ടെങ്കിൽ പേരൻസായ നമ്മളും അതേപോലെ തന്നെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. ടീച്ചേഴ്സായ ഞാനും പറഞ്ഞു കൊടുക്കണം, മോനെ അവൾക്കത് ഇത് കൊടുക്കുക എന്ന് ഷെയറിങ് മെൻറ്റാലിറ്റി വരുത്തുക. ഫൈറ്റ് ചെയ്യാതിരിക്കുക, നുള്ളി പിച്ചി ഒന്നും ചെയ്യാതിരിക്കുക. ഇത് ഗുഡ് ഹാബിറ്റിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതേപോലെ ബാഡ് ഹാബിറ്റ് എന്ന് പറയുമ്പം 1-2 കാര്യങ്ങൾ നമുക്കുണ്ട്. ഒന്ന് പറയുമ്പം ഡേർട്ടി ആയിട്ടുള്ള കൈ കൊണ്ട് ഫുഡ് കഴിക്കുക. ഇപ്പം നമ്മൾ പെട്ടെന്ന് കളിച്ചിട്ട് വന്നിട്ട് ആരെങ്കിലും മാങ്ങ കൊടുക്കും, മാങ്ങ ചെത്തിയിട്ട് വെക്കുവാണെങ്കിൽ ആ കൈ കൊണ്ടെല്ലാം നമ്മൾ എടുക്കും. നമ്മൾ ഏറ്റവും കാണുന്ന ജെംസാണ്. ആ ജെംസ് നമ്മൾ കാണാൻ ലിറ്റിൽ താരങ്ങളാണ്, കാണാൻ പോലും പറ്റത്തില്ല. അപ്പം അതിലൂടെ ഒരുപാട് അസുഖങ്ങൾ, ഇപ്പം തന്നെ ഒരുപാട് അസുഖങ്ങളുണ്ടാകും. അപ്പം സോ അത് എപ്പോഴും നമ്മൾ പഠിക്കുക. വാഷ് യുവർ ഹാൻഡ്സ്, വാഷ് യുവർ ഹാൻഡ്സ്, ബ്രഷ് യുവർ ടീത്ത്, എവറി ഡേ ബാത്ത് 2 times എങ്കിലും എപ്പോഴും ബാത്ത് ചെയ്യാൻ പഠിപ്പിക്കുക. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ സ്കൂളിൽ യൂണിഫോം ഇട്ട് വരുമ്പോഴേ കുട്ടികളെ ആ യൂണിഫോം ബെഡിലിടാതെ ലോണ്ട്രി ബോക്സ് ഉണ്ട്, ലോണ്ട്രി ബക്കറ്റ്സ് ഉണ്ട്, അതിനകത്ത് ഇട്ട് പഠിപ്പിക്കുക. നമ്മൾ ഇപ്പോഴേ പഠിപ്പിക്കുന്നതാണ്. നമ്മൾ ഈ പറയുന്ന പോലെ കുഞ്ഞുനാളിൽ പഠിപ്പിക്കുന്നതാണ് വലുതാകുമ്പോഴും പഠിക്കുന്നത്. ഓക്കെ, അതേപോലെ പഠിക്കുന്ന സ്പേസ് വളരെ ക്ലീൻ ആൻഡ് ക്ലിയർ ആക്കുക. നല്ല രീതിയിൽ ക്ലീൻ ആൻഡ് ക്ലിയർ ആക്കുക. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കിയത്. അപ്പം ആ ഒരു സഡനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാം. ഒരു ദിവസം ഇന്നിക്കുമ്പോൾ തന്നെ റൊട്ടീൻ സ്റ്റാർട്ട് ചെയ്യാണ്. ഓരോ കുഞ്ഞുങ്ങളും റൊട്ടീൻ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ രാവിലെ ഇന്നിക്കുമ്പോൾ തന്നെ നമ്മൾ ഇന്നിക്കുമ്പോൾ ബെഡ്ഷീറ്റ് മടക്കി വെക്കുക, അവിടെ നിന്ന് ഇന്നിച്ച് വരുമ്പോൾ ബ്രഷ് ചെയ്യുക. ഇറ്റ്സ് റൊട്ടീൻ പോകുന്ന ഒരു ഓർഗനൈസിങ് ആണ്. ബ്രഷ് ചെയ്യുക, അവിടെ നിന്ന് ഇന്നിച്ച് വരുമ്പോൾ കുളിക്കുക, നനഞ്ഞ ടവല് നമ്മൾ അശയിൽ കൊണ്ടിടുക, നൂത്ത് വിരിച്ചിടുക, കട്ടിലില്ലാതെ നേരെ വരിക, കൈ വാഷ് ചെയ്യുക, കഴിച്ച് കഴിയുമ്പോൾ നല്ല രീതിയിൽ വാഷ് ചെയ്യുക, ഹാൻഡ് വാഷ് ചെയ്യുക, കൃത്യമായി ലഞ്ച് ബോക്സ് എടുത്ത് ബാഗിൽ വെക്കുക, ടൈം ടേബിൾ പറക്കി ബാഗിൽ വെക്കുക. പ്രത്യേകം കേട്ടോ, ടൈം ടേബിൾ നമ്മൾ പഠിക്കുന്ന ബുക്ക് പറക്കി വെക്കേണ്ടത് പിറ്റേന്നല്ല, തലേന്നാണ് നമ്മൾ സാധനങ്ങൾ പറക്കി വെക്കുക. അതേപോലെ സ്കൂളിൽ പോകുമ്പം കൃത്യമായിട്ട് ഹാൻഡ് വാഷ് ചെയ്യുക, യൂറിൻ പാസ് ചെയ്യുമ്പോൾ ഹാൻഡ് വാഷ് ചെയ്യുക, അതേപോലെ ലഞ്ച് കഴിക്കുമ്പം ഹാൻഡ് വാഷ് ചെയ്യുക, തിരിച്ച് വരുമ്പം കുളിക്കുക, ഒരു നേരം കുളിച്ചിട്ട് പിന്നെന്ത് ചെയ്യുക, ഫുഡ് കഴിക്കുമ്പോൾ ഹാൻഡ് വാഷ് ചെയ്യുക. അങ്ങനെ കുറച്ച് ഗുഡ് ഹാബിറ്റ് ഉണ്ട്. അപ്പം നമ്മൾ ബാഡിൽ നിന്ന് ഗുഡിലേക്ക് വരാൻ പ്രധാനമായും ശ്രദ്ധിക്കുക. ഓക്കെ, സോ ഇതായിരുന്നു ഗുഡ് ഹാബിറ്റ് ആൻഡ് ബാഡ് ഹാബിറ്റ് ആയിരുന്നു ടുഡേ ടോപ്പിക്ക്. സോ കുട്ടികൾക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ആ സമയത്ത് ഞാൻ ചെയ്യുമ്പോൾ ടീച്ചറിന് മുമ്പ് ഞാൻ ചെയ്തല്ലോ, എനിക്ക് നാളെ ചെയ്യാനുള്ള ഇൻട്രസ്റ്റിംഗ് ആണ്. സോ ഓക്കെ, താങ്ക് യു.